ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇതൊരു കിഡിലൻ ഐറ്റം തന്നെയാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്കിനി പോകാം. നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. ആ മസാല ചെമ്മീനിലൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 2 സൈഡും നമുക്കിതൊന്ന് വേവായി കിട്ടണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗമായിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചു. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഒരു സവാള അരിഞ്ഞത് കൂടെ ചേർക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർക്കും. സവാള ഒന്ന് വഴറ്റി വന്നതിന് ശേഷം പച്ചമുളക് ചേർത്തു. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളിതിലേക്ക്. പിന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് ആ മസാലയൊക്കെ എല്ലാ ചെമ്മീനും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് പൊതിഞ്ഞങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു കിഡിലൻ ടേസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.